ഹലോ. ഓൺലൈനിൽ ഇതുപോലുള്ള പല പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യാൻ പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഓൺലൈൻ വഴി വിൽക്കണമെന്ന് പലർക്കും അറിയില്ല. ഇത്തരത്തിലുള്ള ടോയ്സ്, അതുപോലെ തന്നെ ബാഗ്സ്, അങ്ങനത്തെ ഓൺലൈൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യാൻ പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് കണ്ടെത്തി ഇതെങ്ങനെ വിൽക്കും എന്നുള്ളത് വലിയ പിടി പലർക്കും ഇല്ല. പ്രൊഡക്റ്റ് കണ്ടെത്താനറിയാം, പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് സോഴ്സ് ചെയ്യും എന്നൊക്കെ ഉള്ളത് മിക്കവർക്കും അറിയാം. പക്ഷേ ഇതെങ്ങനെ വിൽക്കും എന്നുള്ളിടത്താണ് പലരും സ്റ്റക്കായി നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് പറയാൻ പോണത്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഓൺലൈനിൽ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെല്ല് ചെയ്യാം, അതും വളരെ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നോക്കണത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഓൺലൈനിൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ നേരത്ത് നമുക്ക് 3 രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. 2, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം. 3, പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യാം. ഈ 3 നമ്മൾ ഒരേപോലെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടൻറ്റുകൾ നിങ്ങൾ മേക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കണ്ടൻറ്റുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് മേക്ക് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർ, അത് ചിലപ്പോൾ ചെറിയ കുട്ടികളുള്ള പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാറുകൾ കളക്ട് ചെയ്ത് വെക്കുന്ന കളക്ടേഴ്സ് ആയിരിക്കാം. അത് ചെറിയ കുട്ടികളല്ല, പക്ഷേ വലിയ ആളുകളാണ്, പക്ഷേ അവർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നവരായിരിക്കും. നിങ്ങളുടെ കറക്റ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനെ എത്തിച്ചോളും. ആരാണോ ഇതിൻ്റെ ഓഡിയൻസ് എന്നുള്ളത് അത് നിങ്ങളുടെ പണിയല്ല, തന്നെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം ആ സിസ്റ്റം വർക്കായി അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് അത് എത്തിച്ചോളും. അത് തുടർച്ചയായിട്ട് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് തുടർച്ചയായിട്ട് ഏതൊരു കാര്യവും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇറക്കിയ കാശും ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടം വരും. മാർക്കറ്റിംഗ് നല്ല ആക്റ്റീവായിട്ട് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം പലരും വിചാരിച്ചിരിക്കണം ഇനി മുതൽ റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ മാർക്കറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആവട്ടെ, ഏത് പ്രൊഡക്റ്റ് ആവട്ടെ, അതിനൊന്നും സെയിൽ വരില്ല. സെയിൽ വരാതെ നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോവും. നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അപ്പം തന്നെ ചോർന്നും പോവും. ബിസിനസ് പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് രീതിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയത് കണ്ടൻറ് മാർക്കറ്റിംഗ്. വീഡിയോ കണ്ടൻറ്റുകൾ നിങ്ങൾ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ടുള്ളതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതായത് നിങ്ങളല്ലാതെ വീഡിയോസ് മേക്ക് ചെയ്യുന്ന മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ്, ഈ ടോയ് കാറ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആരെയാണ് ഫോളോ ചെയ്യുന്നത്, ആരെയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്ന് പഠിച്ചിട്ട് അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക. എന്നിട്ട് ആ വീഡിയോയിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ വാട്സപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക. വളരെ ചെറിയ പേയ്മെൻറ്റിൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിംഗ് വീഡിയോസ് ചെയ്തു തരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ഇൻഫ്ലുവൻസേഴ്സിന് 1,00,000 ഫോളോവേഴ്സിന് താഴെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് ഒരുപാട് പേരെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ്, അതായത് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾ ആരെയാണോ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത് അവരെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് വാങ്ങാൻ സാധ്യതയുള്ളത് ചെറിയ കുട്ടികളുള്ള പേരൻസ് ആയിരിക്കും. അപ്പോൾ അവർ ഏതൊക്കെ പേജുകളാണ് കാണാൻ സാധ്യതയുള്ളത് അത് നിങ്ങൾ പഠിച്ചിട്ട്, ഇനി നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ ChatGPT ഉപയോഗിക്കാം. ChatGPTയിൽ ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി, എൻ്റെ പ്രൊഡക്റ്റ് ഇന്നതാണ്, ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ആയിരിക്കാം ഫോളോ ചെയ്യാൻ സാധ്യത എന്ന് ChatGPTയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാറ്റഗറിയിലുള്ള ആളുകളെ കിട്ടും. ചെറിയ കുട്ടികളുള്ള പേരൻസ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളവർ, അവരുടെ ഏജും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ. ChatGPT യൂസ് ചെയ്യാം, ജെമിനി യൂസ് ചെയ്യാം, ഏത് AI ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് പെയ്ഡ് മാർക്കറ്റിംഗ്. ഒന്ന് കണ്ടൻറ് മാർക്കറ്റിംഗ്, 2 ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പിന്നുള്ളതാണ് പെയ്ഡ് മാർക്കറ്റിംഗ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് പരസ്യം പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് പരസ്യം ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പെയ്ഡ് ആഡ്സ് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. പെയ്ഡ് ആഡ്സ് അധിക സമയം നിങ്ങൾ അവസാനം ചെയ്യുന്നതാണ് നല്ലത്. കാരണം പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് കുറച്ച് ഡാറ്റ വേണം.
ആരാണ് ഇതിൻ്റെ കറക്റ്റ് ഓഡിയൻസ്, ഏത് ഏജിലുള്ളവരാണ് സാധാരണ ഇത് വാങ്ങിക്കുക, എന്ത് വിലയ്ക്കാണ് ഇത് വിറ്റ് പോകുന്നത്, കസ്റ്റമറോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ നമ്മുടെ അടുത്ത് വരാൻ നേരത്ത് പെയ്ഡ് ആഡ്സ് റൺ ചെയ്യാൻ നേരത്ത് നമുക്ക് തുടക്കം മുതൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. അതല്ല, തുടക്കം തന്നെ നിങ്ങൾ കണ്ടന്റ് മാർക്കറ്റിങ്ങും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും ഒരു ടെസ്റ്റ് നടത്താതെ നിങ്ങൾ ഡയറക്റ്റ് പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യാൻ നേരത്ത് നമുക്ക് വേണ്ടത്ര ഡാറ്റ കിട്ടൂല. പിന്നെ അത് മാത്രമല്ല, ഓരോ ആഡ് അക്കൗണ്ടുകൾക്കും, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മെറ്റ ആഡ്സിൻ്റെ അക്കൗണ്ടിന് ഒരു സ്വഭാവമുണ്ട്. അതായത് നമ്മളുടെ ഓഡിയൻസ് ആരാന്നൊന്ന് പിടിച്ചെടുക്കുന്ന ടൈം വരെ നമ്മൾ കുറച്ച് കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റ ആഡ്സിൻ്റെ അക്കൗണ്ടിന് മനസ്സിലാവും നമ്മളുടെ ഓഡിയൻസ് ഇന്ന കാറ്റഗറി പെട്ടിട്ടുള്ള ആളാണ്. ഡയറക്റ്റ് നമ്മളൊരു പുതിയ പേജ് ഉണ്ടാക്കി പരസ്യം കൊടുക്കാൻ നേരത്ത് അത് പഠിച്ചു വരാൻ, ആ സിസ്റ്റത്തിന് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. അത് ആ ടൈം വരെ നമ്മൾ കാശ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുക. അതിനുശേഷം വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്ത് തരുന്നവരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്യിക്കുക. ശേഷം നിങ്ങൾ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുക. കറക്റ്റ് ഓഡിയൻസ് ആരാണ്, എന്ത് വിലക്ക് വിറ്റ് പോകും, അവരുടെ ഏജ് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ആഡ് റൺ ചെയ്യണമെങ്കിൽ കുറേ കൂടി ഡാറ്റ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡയറക്റ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ പല വീഡിയോസും നല്ല രീതിയിൽ റീച്ച് വരും. വീഡിയോ മാർക്കറ്റിംഗ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റീച്ച് വരുന്ന വീഡിയോകളെ വീണ്ടും നമ്മൾ പരസ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വർക്കാവും. കാരണം ഓൾറെഡി ഒരു 50,000 പേര് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല സെയിൽ വന്നു, അല്ലെങ്കിൽ 20,000 പേര് കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല സെയിൽ വന്നു. അപ്പോൾ ഇനി ഒരു 1,00,000 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ കൂടും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തൊരു ഡാറ്റ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് പെയ്ഡ് പരസ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഗുണം അതാണ്. നമ്മുടെ അടുത്തൊരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിലല്ല കാര്യം. അതിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കാര്യം ഉണ്ടെങ്കിലും മാർക്കറ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രൊഡക്റ്റുകൾ ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ അട്ടിയിട്ട് ഒരു സൈഡിൽ വെക്കല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഓൾറെഡി ഷോപ്പും കൂടി ഉള്ളവർക്കും ഓക്കെ, നിങ്ങൾക്ക് ഷോപ്പിലും സെയിൽ ചെയ്യാം, ഓൺലൈനിലും സെയിൽ ചെയ്യാം. പക്ഷേ ഓൺലൈൻ മാത്രം ഉദ്ദേശിച്ച് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേറെ വാക്കിൻ കസ്റ്റമേഴ്സ് ഒന്നുമില്ല, ഷോപ്പൊന്നുമില്ല. ചിലപ്പോൾ ഒരു റൂം എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോക്ക് ഇങ്ങനെ അട്ടിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും, അത് വിറ്റ് പോകില്ല, അല്ലെങ്കിൽ കുറച്ച് മാത്രമാണ് വിറ്റ് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മാറ്റാനായിട്ട് തോന്നും, പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമായിട്ട് തോന്നും, വേറെ ബിസിനസ്സിലേക്ക് ചാടാൻ തോന്നും. അങ്ങനെ പല പല ചിന്തകൾ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ റീസൺ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ റീസൺ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക, മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും വാട്സപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് നമ്പർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത് വാട്സപ്പ് ബിസിനസ്സിൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് ടാഗ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ വരുന്ന ലീഡ്സിനെയൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ വീണ്ടും വീണ്ടും സൗജന്യമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുക, കൂടുതൽ ഓഫറുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ സ്ഥാപനത്തിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ട്രസ്റ്റഡ് ആണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ സെയിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.